ഗൗരി ഹോസ്പിറ്റലിലാണ്. നെറ്റിയിൽ ചെറിയൊരു പരിക്കുണ്ട്. അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുകയാണ് ഗൗരി. വേദ പറയുന്നുണ്ട്, മോൾ കരയണ്ട, അച്ഛൻ ഇപ്പോൾ വരുമെന്ന്. പക്ഷേ ഗൗരി കരച്ചിൽ നിർത്തുന്നില്ല. അപ്പോഴേക്കും തരുൺ അവിടേക്ക് വരുന്നു. തരുണിനെ കണ്ടയുടൻ അമ്മ, നീ എന്ത് പണിയാ കാണിച്ചത്? നീ പോയ ശേഷം മോൾ കരച്ചിൽ നിർത്തിയിട്ടേ ഇല്ല. തരുൺ മോളുടെ അടുത്ത് എത്തുന്നു. എന്നിട്ട് മോളെ ആശ്വസിപ്പിക്കുന്നു. അത് കഴിഞ്ഞ ശേഷം മോളെയും എടുത്ത് പുറത്തേക്ക് പോയി. അത് കണ്ട് വിഷമിച്ചു നിൽക്കുന്ന വേദ. വീട്ടിലെത്തിയ തരുൺ വേദയോട്, കുഞ്ഞ് ഇന്നൊരു ദിവസം എൻ്റെ കൂടെ കിടക്കട്ടെ എന്നും പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് റൂമിലേക്ക് പോകുന്നു. ഇതുകണ്ട് വിഷമിച്ചു നിൽക്കുന്ന വേദയോട് അമ്മ, സാരമില്ല, ഇന്നൊരു ദിവസമല്ലേ. തരുൺ വന്നപ്പോൾ കുഞ്ഞ് സമാധാനമായത് നമ്മൾ കണ്ടതല്ലേ, അതല്ലേ നമുക്ക് വേണ്ടത്. വേദ, എനിക്ക് പേടിയാവുന്നു. തരുൺ മതി ഇപ്പോൾ മോൾക്ക് എല്ലാത്തിനും. അമ്മ, പോയി കിടന്നുറങ്ങ് ഇപ്പോൾ സമാധാനത്തോടെ. സമയമാവുമ്പോൾ നമുക്ക് എല്ലാം തരുണിനോടും കുഞ്ഞിനോടും പറഞ്ഞു മനസ്സിലാക്കാം. വേദയ്ക്ക് അച്ഛൻ ഫോൺ ചെയ്യുന്നു. വേദയാണെന്ന് കരുതി വിക്രമിനെ വെറുതെ വിട്ടു കോടതി. വിക്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല, കയ്യബദ്ധം പറ്റിയതാണെന്ന് മനസ്സിലായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ മോൾ ഇനി ഇങ്ങനെ ഒളിച്ചു കളിക്കണ്ട, കുഞ്ഞിനെയും കൂട്ടി ഇങ്ങോട്ട് വരാൻ പറയുന്നുണ്ട്. ഒന്നും മിണ്ടാതായപ്പോൾ, എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഞാൻ വേദയല്ല, സേതുലക്ഷ്മിയാണ്. സാറിനെ എനിക്കറിയാം, വേദ പറഞ്ഞിട്ടുണ്ട്. വേദ ഇപ്പോൾ എൻ്റെ മകൻ്റെ ഭാര്യയാണ്. കഴിഞ്ഞുപോയതൊന്നും ഞങ്ങൾ ഓർക്കാനേ ആഗ്രഹിക്കുന്നില്ല, അതൊക്കെ മറക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾക്കിടയിൽ ഇനി ആരും കയറി വരണ്ട. ശങ്കരനാരായണൻ. അപ്പോൾ വേദയുടെ കുഞ്ഞ് പ്രസവത്തിൽ മരിച്ചു. ഇത് എൻ്റെ മോൻ്റെ കുഞ്ഞാണ്. വേദ അവളെ സ്വന്തം മോളെ പോലെയാണ് നോക്കുന്നത്. വേദ ഇത്ര നല്ല നിലയിലെത്താൻ കാരണം എൻ്റെ മോൻ്റെ അധ്വാനം കൂടെയാണ് എന്നും പറഞ്ഞ് സേതുലക്ഷ്മി ഫോൺ വെച്ചു. ശ്രേയ വേദയെ കാണാൻ വീട്ടിലേക്ക് വരുന്നു. എങ്ങനെയുണ്ട് ഇപ്പോൾ നിൻ്റെ ജീവിതം? വേദ, എനിക്കിപ്പോൾ പേടിയാണ് എൻ്റെ ജീവിതത്തെ ഓർത്ത്. മോളുടെയും തരുണിൻ്റെയും സ്നേഹം കാണുമ്പോൾ ഞാൻ സത്യങ്ങളൊക്കെ എങ്ങനെ പറയും? അതറിഞ്ഞാൽ അവർ എങ്ങനെ ഉൾക്കൊള്ളും? തിരുവനന്തപുരത്തേക്ക് പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചായയുമായി സേതുലക്ഷ്മി വരുന്നു. അത് കേട്ട് സേതുലക്ഷ്മി, എങ്ങോട്ടാ മോള് പോണത്? വേദ പറഞ്ഞു, തിരുവനന്തപുരത്തേക്കാണ് അമ്മ. വിക്രമിനെ കാണാനായിരിക്കും അല്ലേ? എനിക്കത് അറിയാമായിരുന്നു. തരുണിനോട് പറഞ്ഞോ? അമ്മ ചോദിച്ചു. വേദ ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ നീ പറയണ്ട, ഇപ്പോൾ അവനെ ഒന്നും അറിയില്ലല്ലോ, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് അമ്മ അകത്തേക്ക് പോകുന്നു. ശ്രേയ വേദയോട് പറയുന്നുണ്ട്, നിന്നെപ്പറ്റിയും തരുണിനെ പറ്റിയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, പക്ഷെ ഈ അമ്മയെ പറ്റി ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വേദ, ഞങ്ങൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി സത്യങ്ങൾ മറച്ചു വെച്ചു, അമ്മയുടെ മോനു വേണ്ടിയും. വിക്രമിനെ കള്ളക്കേസിൽ കുടുക്കാൻ നോക്കുകയാണ് മയക്കുമരുന്നിൻ്റെ പേരിൽ ദർശനും കൂട്ടരും. വിക്രമിൻ്റെ വീട്ടിലേക്ക് പോലീസുകാർ വരുന്നു. എന്നിട്ട് ഒന്നും കിട്ടാതെ മടങ്ങിപ്പോയി. വിശ്വം ചോദിക്കുന്നുണ്ട്, എന്താടാ ഇതൊക്കെ? ഇനിയും അവർ ഇങ്ങോട്ട് വരും. വിക്രം പറയുന്നുണ്ട്, ചേട്ടൻ പേടിക്കേണ്ട, അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, ബൈ.